ഇന്ന് റെക്കോർഡ് ഓഫ് റഗ്നറോക്ക് എന്ന എനിമിയുടെ ഒന്നാമത്തെ എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് എല്ലാ ദൈവങ്ങളും വൽഹല അധീന എന്ന സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുന്നു. അവർ ചർച്ച ചെയ്യുന്നത് മനുഷ്യർക്ക് വേണ്ടി ഒരു ലോകം ഉണ്ടാക്കിയിട്ട് അവർ സ്വയം തന്നെ അടിച്ച് ഇല്ലാതാവുന്നു. മനുഷ്യരെ ഇല്ലാതാക്കണോ അല്ലെങ്കിൽ അവർ ജീവിക്കണോ എന്ന് തീരുമാനിക്കാനാണ് ഈ ഒത്തുകൂടൽ. എല്ലാത്തിനും നേതൃത്വം നയിക്കുന്നത് സിയൂസ് എന്ന ദേവനാണ്. ആ സമയം സിയൂസിനെ നോക്കിയിട്ട് ശിവൻ പറയും, ഇല്ല, ഇവരൊക്കെ ചാവേണ്ടവരാണ്. ജീവൻ ദാനമായി കൊടുത്തിട്ടും പരസ്പരം തമ്മിൽ തല്ലി ചാവുകയാണ്. ശിവന്റെ അതേ അഭിപ്രായമാണ് അവിടെയുള്ള ബാക്കിയുള്ള ദൈവങ്ങളും പറഞ്ഞത്. ആ സമയമാണ് അവിടേക്ക് വാൽക്കറി വരുന്നത്. ഒരു ആത്മാവ് സ്വർഗത്തിൽ പോണോ അല്ലെങ്കിൽ നരകത്തിൽ പോണോ എന്ന് തീരുമാനിക്കേണ്ടത് വാൽക്കറിയാണ്. വാൽക്കറി വന്നിട്ട് പറയും, നിയമപ്രകാരം മനുഷ്യരെ ഇല്ലാതാക്കണമെങ്കിൽ നിങ്ങൾ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. അത് കേട്ടതും സിയൂസ് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ ഞാനാണ്, എനിക്ക് അവരെ ഇല്ലാതാക്കാനും അറിയാം. അതേസമയം വാൽക്കറി പറയും, ഒരുപക്ഷെ മനുഷ്യർ നിങ്ങളെക്കാൾ ബലശാലിയാണെങ്കിലോ. വാൽക്കറിയുടെ ഈ വാക്കുകൾ ദൈവങ്ങളെ ഒരുപാട് ദേഷ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അവർ മത്സരിക്കാൻ തീരുമാനിച്ചു. വാൽക്കറി പറയും, 13 ദൈവങ്ങളും 13 മനുഷ്യരും തമ്മിലുള്ള പോരാട്ടത്തിൽ ദൈവങ്ങൾ ജയിച്ചാൽ അവർക്ക് മനുഷ്യരെ ഇല്ലാതാക്കാം, ഒരുപക്ഷെ മനുഷ്യർ ജയിച്ചാൽ അവർക്ക് 1000 വർഷം കൂടി ജീവിക്കാം. അങ്ങനെ റെക്കോർഡ് ഓഫ് റഗ്നറോക്കിന്റെ ആദ്യ ഭാഗം തുടങ്ങി. അങ്ങനെ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് തോർ എന്ന് പറഞ്ഞ മിന്നലിന്റെ ശക്തിയുള്ള ദേവൻ മുന്നോട്ടേക്ക് വന്നു. മുന്നോട്ടേക്ക് വരുമ്പോൾ വലിയൊരു ഹാമർ തോറിന്റെ കയ്യിൽ കാണാൻ കഴിയും. മറുവശത്ത് മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് ലുബു എന്ന് പറഞ്ഞ ഒരു ചൈനീസ് വാരിയറാണ് മുന്നോട്ടേക്ക് വരിക. വാൽക്കാരി ആയിരിക്കും ലുബുവിനെ ആദ്യത്തെ ഫൈറ്റിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. രണ്ടുപേരുടെയും മുഖത്ത് ഒരു ഭയവും കാണാൻ കഴിയില്ല. അങ്ങനെ ആദ്യത്തെ മാച്ച് തുടങ്ങി. ആദ്യം തന്നെ തോർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലുബു അവന്റെ സ്പിയർ ഉപയോഗിച്ച് തോറിനെ ആക്രമിക്കുന്നു. പക്ഷേ തോർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ തുടങ്ങി. അതെല്ലാം കണ്ട സിയൂസ് പറയും, ശരീരമായാലും ശക്തിയായാലും അവർ രണ്ടുപേരും പരസ്പരം തുല്യരാണ്. ആ സമയം തോർ ഒരു കയ്യിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി തന്റെ ഹാമർ പൊക്കിയിട്ട് പിന്നോട്ട് നിന്ന് ലുബുവിനെ ആക്രമിച്ചു. എല്ലാവരും കരുതുക ലുബുവിന് മുറിവേറ്റു എന്നാണ്. പക്ഷേ ലുബു തോറിന്റെ ആക്രമണത്തിൽ നിന്ന് വേഗത്തിൽ രക്ഷപ്പെട്ട് തോറിന്റെ നെഞ്ചിൽ സ്പിയർ കൊണ്ട് ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയിട്ടുണ്ടാവും. തോറിന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം പുറത്തേക്ക് പോകാൻ തുടങ്ങി. ആ സമയം രണ്ടുപേരുടെയും കഴിഞ്ഞ കാലം കാണിക്കാൻ തുടങ്ങി. ഒരുപാട് ജയന്റായ മനുഷ്യരെ തോർ എങ്ങനെയാണ് തന്റെ ഹാമർ കൊണ്ട് നേരിട്ടതെന്ന് കാണിക്കുന്നു. എല്ലാവരെയും കൊന്നതിന് ശേഷം ജയന്റിന്റെ നടുവിൽ നിന്ന് ഇതെല്ലാം എനിക്ക് ബോറടിക്കുന്നു എന്ന് തോർ പറയുന്നു. അതിനുശേഷം ലുബുവിനെ കാണിക്കുന്നു. ഭയമില്ലാത്ത ഒരു വാരിയർ ആയിരിക്കും ലുബു. എല്ലാ പോരാട്ടത്തിലും പങ്കെടുക്കും. എന്നിട്ട് കാണുന്നവരെയൊക്കെ വെല്ലുവിളിച്ച് അവരെ തോൽപ്പിക്കുന്നു. പക്ഷേ തന്നെക്കാൾ ശക്തരായ ഒരാളെയും കണ്ടു കിട്ടാത്തത് കൊണ്ട് സ്വയം കീഴടങ്ങാൻ തീരുമാനിച്ചു. മരണസമയത്ത് എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കെഞ്ചാൻ തുടങ്ങി. പെട്ടെന്ന് പറയും, ഞാനിങ്ങനെ നിങ്ങളോട് ജീവന് വേണ്ടി കെഞ്ചുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്നേക്കാൾ ശക്തരായ ആരും ഈ ഭൂമിയിലില്ല, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ലുബു മരണപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ശക്തനായ മനുഷ്യനാണ് ലുബു. അത് കഴിഞ്ഞ് അവർ വീണ്ടും ഫൈറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു. രണ്ടുപേരും തമ്മിലുള്ള പോരാട്ടം സിയൂസ് ശ്രദ്ധയോടെ നോക്കുന്നുണ്ടാവും. തോറിന്റെ അത്രയും വലിയ ഹാമർ ആ ലുബുവിന്റെ കയ്യിലുള്ള സ്പിയറിനെ എങ്ങനെ താങ്ങാനാവുന്നു എന്ന് സിയൂസ് ചിന്തിക്കും. ആ സമയം സിയൂസ് വാൽക്കറിയെ ശ്രദ്ധിക്കുന്നു. എല്ലാത്തിനും കാരണം ഇവളായിരിക്കും. വാൽക്കറിയും സിയൂസ് എല്ലാം മനസ്സിലാക്കി എന്ന് പറയുന്നു. സത്യത്തിൽ എന്താ നടന്നതെന്ന് കാണിക്കാൻ തുടങ്ങി. വാൽക്കണിക്ക് 13 സഹോദരിമാരാണ്. അതിൽ ഒരാളോട് പറയും, നീ എനിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യണം, സ്വയം നീ ഒരു വെപ്പണായി മാറണമെന്ന് വാൽക്കറി പറയുന്നു. ആ വെപ്പണാണ് സ്പിയറിന്റെ രൂപത്തിൽ ലുബുവിന്റെ കയ്യിലുള്ളത്. വാൽക്കറി ഇത് നൽകാനുള്ള കാരണം ഒരു ശക്തമായ ആയുധമില്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിൽ വ്യത്യാസമില്ലാതാകും. അതുകൊണ്ടാണ് ദൈവങ്ങളെ നേരിടാൻ ലുബുവിന് ശക്തമായ ഒരു ആയുധം നൽകിയത്. അതിനുശേഷം വീണ്ടും അവരെ രണ്ടുപേരെയും കാണിക്കുന്നു. ലുബു സ്പിയർ വെച്ച് തോറിന്റെ അയൺ ഗ്ലാസിന് നേരെ ആക്രമിക്കുന്നു. അങ്ങനെ അയൺ ഗ്ലാസ് പൊട്ടി ചിതറിപ്പോകുന്നു. ആ സമയം തോറിന്റെ ഹാമർ മണ്ണിലേക്ക് വീണ് സ്ഥലം ചൂടായി ലാവയൊക്കെ വരാൻ തുടങ്ങി. എല്ലാവരും അതൊക്കെ കണ്ട് ഷോക്കായി നിൽക്കുമ്പോൾ ആ ഹാമർ പൊട്ടിത്തെറിക്കും. അതിനുള്ളിൽ മാംസരൂപത്തിലുള്ള വസ്തു ഹൃദയത്തെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതു കണ്ട സിയൂസ്, ഇനിയാണ് റിയൽ മാച്ച് തുടങ്ങാൻ പോകുന്നത്. കാരണം തോറിന്റെ ഹാമർ ഇനി എളുപ്പത്തിൽ തോറിന് ഉപയോഗിക്കാൻ കഴിയും. ഹാമർ ഒരു പുതിയ രൂപത്തിൽ മാറിക്കഴിഞ്ഞു. അങ്ങനെ തോർ ആക്രമിക്കാൻ തയ്യാറായി. ഹാമറിൽ നിന്ന് വലിയ തരത്തിലുള്ള ഇലക്ട്രിസിറ്റി പുറത്തു വരാൻ തുടങ്ങി. ലുബുവിനെ നോക്കിയിട്ട് തോർ പറയും, നീ മരിക്കാനായി തയ്യാറായി നിന്നോളൂ, ഞാൻ നിന്നെ ആക്രമിക്കാൻ പോവുകയാണ്. ലുബു അതൊന്നും കാര്യമാക്കാതെ തോറിന്റെ അറ്റാക്ക് നേരിടാൻ വേണ്ടി തയ്യാറായി. തോർ അവന്റെ ചുറ്റിക ലുബുവിന് നേരെ എറിഞ്ഞു. അത് തിരിഞ്ഞുകൊണ്ട് ലുബുവിന് അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ലുബു അതിൽ നിന്ന് നിസ്സാരമായി രക്ഷപ്പെട്ടു. അത് കണ്ടുനിന്ന എല്ലാവരും പറയും, തോറിന്റെ ഈ ആക്രമണത്തിൽ നിന്ന് ഇതുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ലുബു ആണ് ആദ്യമായി രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ 1000-ൽ ഒരാൾ നീ തന്നെയായിരിക്കും. തോറിന്റെ കയ്യിൽ ഹാമർ ഇല്ലാതെ തക്കം നോക്കി തോറിനെ ലുബു ആക്രമിക്കുന്നു. പക്ഷേ തോർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും. അതിനുശേഷം ഹാമർ തോറിന്റെ കയ്യിലേക്ക് തിരിച്ചെത്തും. തോർ ലുബുവിനോട് പറയും, ഇതുവരെ എനിക്കൊരു ശക്തമായ എതിരാളി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ നീ അതിനെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു സ്പെഷ്യൽ അറ്റാക്ക് ലുബുവിന് നേരെ തോർ ഉപയോഗിക്കുന്നു. ആ ആക്രമണം ലുബു സ്പിയർ കൊണ്ട് തടഞ്ഞു കളയുന്നു. അത് കണ്ടുനിന്ന ശിവൻ ഒരുപാട് ഇംപ്രസ് ആവുന്നു. ഒരു മനുഷ്യനെ കണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ അറ്റാക്ക് തടയാൻ കഴിയുന്നത്?
അതിനുശേഷം തോറിനെയും ലുബുവിനെയും വീണ്ടും കാണിക്കുന്നു. ആക്രമണത്തിൽ സ്പിയറിനും ഹാമറിനും ഒന്നും സംഭവിക്കില്ല. പക്ഷേ ലുബുവിന്റെ കാലിന്റെ എല്ലിന് വലിയൊരു പൊട്ടലുണ്ടാകും. ലുബു ഒരുപാട് കഷ്ടപ്പെടും എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ. വാൽക്കറിയെല്ലാം അത് കണ്ട് ഷോക്കായി നിൽക്കും. അപ്പോൾ ആ സമയം ഒരു കുതിര മുന്നോട്ടേക്ക് ഓടി വരുന്നു. പക്ഷേ എല്ലാവരുടെയും ചിന്ത ലുബു എങ്ങനെയാണ് ഈ കുതിരയിൽ കയറിയിരിക്കുക എന്നതായിരിക്കും. ലുബു അവന്റെ സ്പിയർ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കും. അവിടെയുള്ള ജനങ്ങളൊക്കെ ലുബുവിനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. ആ സമയം സിയൂസിനൊപ്പം നിൽക്കുന്നവൻ ചോദിക്കും, ഈ കുതിരയൊക്കെ നിയമങ്ങൾക്ക് എതിരല്ലേ? അപ്പോൾ സിയൂസ് പറയും, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഈ പോരാട്ടം ഒരുപാട് സീരിയസ് ആയിക്കൊണ്ടിരിക്കുന്നു. കുതിരയിൽ കയറി ഇരുന്നതും ലുബു തോറിനെ ചുറ്റി കുതിരയിൽ ഓടാൻ തുടങ്ങി. സ്പിയർ കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പഴയ കാലം കാണിക്കുന്നു. ഒരുപാട് സ്പിയർ കൊണ്ട് ലുബു ട്രെയിനിങ് ചെയ്യുന്നുണ്ടാവും. സ്പിയർ കൊണ്ട് സ്കൈ ഹീറ്റർ എന്നൊരു ടെക്നിക്ക് ലുബു ഉപയോഗിക്കുന്നു. ആ സമയം മേഘങ്ങൾ രണ്ടായി മുറിയും. അങ്ങനെ തോറിന് നേരെ ലുബു സ്കൈ ഹീറ്റർ അറ്റാക്ക് ഉപയോഗിക്കുന്നു. തോർ തന്റെ ഹാമർ കൊണ്ട് ലുബുവിനെയും തിരിച്ച് ആക്രമിച്ചു. വലിയൊരു എക്സ്പ്ലോഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അങ്ങനെ ലുബുവിന്റെ കയ്യിലുള്ള സ്പിയർ തിരിച്ച് വാൽക്കറിയുടെ സഹോദരിയായി മാറുന്നു. അതിനുശേഷം ലുബുവിന് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നു. ഒരു കൈ മുഴുവൻ ഇല്ലാതായി, മറ്റൊരു കൈയിലെ മാംസ കഷ്ണങ്ങളും ഇല്ലാതായി. ലുബു അവന്റെ നഷ്ടപ്പെടാത്ത കൈ വായ കൊണ്ട് കടിച്ച് തുപ്പിക്കളയുന്നു. ലുബുവിന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും തന്നെയില്ല. ഒരു സ്ട്രോങ് ആയ ആളോട് ഏറ്റുമുട്ടിയത് കൊണ്ട് ചിരിച്ചുകൊണ്ട് തോറിന് നേരെ ആക്രമിക്കാൻ പോകുന്നു. തോർ എന്താ ചെയ്തതെന്നാൽ ലുബുവിന്റെ തല തന്നെ ഹാമർ കൊണ്ട് അടിച്ച് ഇല്ലാതാക്കുന്നു. അങ്ങനെ ആദ്യത്തെ മാച്ച് ഗോഡ്സ് ജയിച്ചു. ലുബുവിന്റെ കൂടെ മത്സരിച്ച തോർ പറയും, എനിക്കൊരു സുഹൃത്തിനെ കിട്ടി, അതും എനിക്ക് സമാനമായ ഒരുത്തൻ. എന്നിട്ട് തോർ അവിടെ നിന്ന് നടന്നു പോകുന്നു. അങ്ങനെ റെക്കോർഡ് ഓഫ് റഗ്നറോക്കിന്റെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. രണ്ടാമത്തെ എപ്പിസോഡിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി അടിക്കണേ.